ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള എന്നാലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കുമായിട്ടാണ്. അപ്പോൾ വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്കിപ്പോൾ ടേബിൾ സെറ്റൊക്കെ ഓർഡർ വരുന്ന സമയത്ത് അതിൽ കപ്പ് കേക്ക്, ഡോണട്ട്, സിക്കിൾ, പോപ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ ഈ ഡോണട്ടും സിക്കിളും പോപ്സും എല്ലാം നമ്മൾ ആ ഒരു കേക്കിൻ്റെ തീമിനനുസരിച്ചിട്ടായിരിക്കും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ കളറിനനുസരിച്ചായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ തീമിനനുസരിച്ചൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കയ്യിൽ ആ കളറില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും. നമ്മളിപ്പോൾ കപ്പ് കേക്കിൻ്റെ കാര്യം എടുക്കുകയെന്നുണ്ടെങ്കിൽ കപ്പ് കേക്കിന് ചിലപ്പോൾ ക്രീമായിരിക്കും നമ്മൾ ആ കേക്കിലേക്ക് സ്യൂട്ടാക്കിയിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കപ്പിൻ്റെ ആ ഒരു കപ്പ് കേക്കിൻ്റെ കപ്പായിരിക്കും നമ്മൾ ആ കളറിന് സ്യൂട്ടാക്കി എടുക്കുക, അതിന് മാച്ചാക്കിയിട്ടിട്ടാ. അപ്പോൾ നമുക്കിപ്പോൾ കയ്യിൽ ആ കളർ ഇല്ല കപ്പ് എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ കളർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഏതൊക്കെ ഷോപ്പിൽ നിന്നാണോ അവിടെ പോയിട്ട് കളക്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ട്രിക്കാണ് കാണിച്ചു തരുന്നത്. കപ്പ് കേക്കിൻ്റെ മോൾഡ് ഏത് കളറായിക്കോട്ടെ കപ്പ്. അപ്പോൾ നമുക്കിപ്പോൾ കേക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഈ ഒരു കപ്പിനെ കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ എയർ ബ്രഷ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ മാജിക് കളേഴ്സിൻ്റെ കളറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളം അതുപോലെ മാജിക് കളറിൻ്റെ കളറും കൂടി മിക്സ് ചെയ്തതാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയാം, എൻ്റെ എയർ ബ്രഷ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണില്ല കേട്ടോ. എയർ ബ്രഷ് ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ കയ്യിൽക്കൊക്കെ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ റെഡ് കളറാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ റെഡ് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം നമുക്ക് ഇതിൻ്റെ മുന്നായിട്ട് ഒരു ടേബിൾ സെറ്റിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ഡേറ്റ് ചേഞ്ച് ചെയ്ത കാരണം എനിക്ക് കുറച്ച് കേക്ക് ഇവിടെ വേസ്റ്റ് ആയിട്ട് വന്നു കേട്ടോ. വേസ്റ്റ് മീൻസ് ഞാനതൊക്കെ ഓർഡർ ആക്കി എടുത്തു, പക്ഷേ എന്നാലും നമുക്ക് ആ നേരത്തെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ അതൊക്കെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രിക്ക് ഇപ്പോൾ ഈ ഒരു കപ്പ് കേക്കിൽ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ 10 കപ്പ് കേക്ക് ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുണ്ടായിരിക്കുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ റെഡ് മോൾഡൊക്കെ വാങ്ങിച്ചിട്ട് കപ്പ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വിഷമമാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കളറ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് റെഡ് കളറാക്കി എടുത്തിട്ടുള്ളത്. കുറച്ച് കളറൊക്കെ കയ്യിലായിട്ടുണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോവും. എന്നാലും നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ കളറൊക്കെ പോവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കളറ് ഈ ഒരു കപ്പിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ ഇപ്പോൾ ഒരു ചെറുതായിട്ടൊരു നനവൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. അതൊന്ന് കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ അബ്സോർബായിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു മിക്കി മൗസ് തീമിലുള്ള ഒരു ടയർ കേക്കിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കപ്പ് കേക്ക് 4 എണ്ണം. അപ്പോൾ അതാണ് റെഡ് കളറും വൈറ്റ്, പിന്നെ ബോ വരുന്നുണ്ട്. ഫോണ്ടൻറ്റിലാണ് ബോ വരുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ മാച്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കേക്ക് കൊടുക്കേണ്ട ടൈമിലാണ് ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിലുള്ള കളറെല്ലാം അബ്സോർബ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്തിട്ട് നല്ല എയർ ബ്രഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റിന് തന്നെ നമുക്ക് ആ സ്പ്രേ ചെയ്യാൻ കഴിയും കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേക്കിലേക്ക് മാച്ചായിട്ട് തന്നെ നമുക്ക് ആ ഒരു കപ്പ് കേക്കിനെ കിട്ടിയിട്ടുണ്ട്. റെഡ് കളറ് കപ്പിനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് ഇതുപോലെ പല കളേഴ്സൊക്കെ കിട്ടുന്ന സമയത്ത്, റെയറായിട്ടുള്ള ഒരുപാട് കളേഴ്സൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ആ ഒരു കളറ് കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപാട് ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക കേട്ടോ. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയും. എയർ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ മാനുവൽ എയർ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കപ്പിനെ കമിഴ്ത്തി വെച്ചതിൻ്റെ ശേഷം മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല മാച്ചായിട്ടുള്ള കപ്പിനെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കേക്കൊക്കെ ചെയ്യണ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതാട്ടോ. ഈ ഒരു ചാനലിൻ്റെ സെയിം പേര് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിനും വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്